ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കാൻ ബഹിരാകാശം SCERTയുടെ ബുക്കിൽ നിന്നാണ് പഠിക്കുന്നത് കേട്ടോ. ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ചത് ആർക്കാണ്? യൂറി ഗഗാറിനാണ്. ബഹിരാകാശ യാത്ര നടത്തിയതാണ് ഗഗാറിൻ. ഈ കാഴ്ച ആദ്യമായി കണ്ടത് ബഹിരാകാശ യാത്ര നടത്തുമ്പോഴാണ് യൂറി ഗഗാറിൻ ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കണ്ടത്. ഈ ബഹിരാകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയോടൊപ്പം കറങ്ങുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗം തന്നെയാണ്. മുകളിലേക്ക് ചെല്ലുന്തോറും വായുമണ്ഡലം കുറയും. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യ പ്രദേശമാണ് ബഹിരാകാശം. നമുക്കറിയാം ബഹിരാകാശം എന്ന് പറഞ്ഞാൽ എന്താ? ശൂന്യാകാശമാണ്. അതായത് ഒന്നുമില്ല, വായു പോലും ഇല്ലാത്ത, വായുമണ്ഡലം കുറഞ്ഞു വരുന്ന ഒരു സ്ഥലമാണ്. അത്ര ഇതിൽ മനസ്സിലാക്കാം. ബഹിരാകാശം ഭൂമിക്ക് ചുറ്റും, അതായത് ഭൂമിക്ക് ചുറ്റും ബഹിരാകാശമുണ്ട്. ഭൂമി ബഹിരാകാശത്തിലെ അനേകം കോടി ഗോളങ്ങളിൽ ഒന്നുമാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ളത് ചന്ദ്രനാണ്. 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയൻ്റെ വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകമാണ് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ചത്. അപ്പോൾ 1961 ഏപ്രിൽ 12-നാണ് 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയൻ വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകമാണ് യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ചത്. ഇനി കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? വിവിധ ആവശ്യങ്ങൾക്കായിട്ട് മനുഷ്യർ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങളടങ്ങിയ പേടകങ്ങളാണ് ഈ കൃത്രിമ ഉപഗ്രഹങ്ങളെന്ന് പറയുന്നത്. ഈ ഉപഗ്രഹങ്ങളുടെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോ ഉപഗ്രഹങ്ങളും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബഹിരാകാശത്തോട്ട് അയക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് കണ്ടെത്തലിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയക്കുന്നത്? ഒന്നാമത്തെ കാര്യം നമ്മുടെ വാർത്താവിനിമയം, അതായത് TV, റേഡിയോ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, അതിൻ്റെയൊക്കെ കണ്ടെത്തലുകൾ, അതായത് വാർത്താവിനിമയത്തിന് വേണ്ടി നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തോട്ട് അയക്കുന്നുണ്ട്. അതുപോലെ ഭൂവിഭവങ്ങൾ, അതായത് പെട്രോളിയം, ധാതുലവണം, അതിൻ്റെ ലഭ്യത അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ മത്സ്യസമ്പത്ത് കണ്ടെത്തൽ, കാലാവസ്ഥാ പഠനം, വനഭൂമി, തണ്ണീർത്തടം എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിന് വേണ്ടി കര, സമുദ്ര, വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും ബഹിരാകാശ ഗവേഷണം നടത്താനും ഒക്കെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ നമ്മൾ ബഹിരാകാശത്തോട്ട് അയക്കുന്നത്. ഇനി ബഹിരാകാശ വാരം എന്ന് തൊട്ട് എന്ന് വരെയാണെന്നുള്ളതാണ്. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. സ്പുട്നിക് 1 ഏത് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ചതാണ്. ഇന്ന് 1957 ഒക്ടോബർ 4 ഇതിൻ്റെ വിക്ഷേപണത്തിലൂടെ ബഹിരാകാശ യുഗം ആരംഭിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ, അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ആ ദിനങ്ങൾ ആചരിക്കുന്നത്. 1957 ഒക്ടോബർ 4 നടന്ന സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 1959 ഒക്ടോബർ 10 നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായാണ് ഈ വാരാചരണം നടക്കുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISRO ഓരോ വർഷവും ഈ വാരാചരണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിപുലമായ മത്സരങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. 1957 ഒക്ടോബർ 4, 1959 2 കൊല്ലം കഴിഞ്ഞ് ഒക്ടോബർ 10 ആണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി 4 തൊട്ട് 10 വരെയാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ വാരം ആചരിക്കുന്നത്. ISRO ഓരോ വർഷവും ഈ വാരാചരണവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ഓരോ വിപുലമായ മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഏതാണ്? ആര്യഭട്ട. നമുക്കെല്ലാവർക്കും അറിയാം. 1975 ആണ് ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട 1975. അമേരിക്കയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം 1958 ഇന്ത്യയുടെ 1975 58 അമേരിക്കയുടെ ആദ്യ വിക്ഷേപണം. അതുപോലെ ലൈക്ക, ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി സോവിയറ്റ് യൂണിയനിലെ ലൈക്ക 1957 1957 57 സോവിയറ്റ് യൂണിയൻ ലൈക്ക പോയി. 1958 അമേരിക്കയുടെ ആദ്യ വിക്ഷേപണം. 1975 ആര്യഭട്ടയുടെ ഇന്ത്യയുടെ വിക്ഷേപണ വാഹനങ്ങൾ, അതായത് ബഹിരാകാശ പഠനത്തിനായി കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും മനുഷ്യനെയും ബഹിരാകാശത്തെത്തിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ. റോക്കറ്റ് വഴിയാണ്
മുകളിലേക്ക് എറിയുന്ന കല്ല് താഴേക്ക് വരുന്നത് ഭൂമി കല്ലിനെ ആകർഷിക്കുന്ന മൂലമല്ലേ. അപ്പോൾ ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്തെത്തിക്കുക എന്നതാണ് റോക്കറ്റുകളുടെ മുഖ്യധർമ്മം. സാറ്റേൺ 5 ആണ് മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുതാണ് സാറ്റേൺ 5. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. അദ്ദേഹത്തിന് പുറമെ കൽപ്പന ചൗള, സുനിത വില്യംസ് എന്നീ ഇന്ത്യൻ വംശജരും ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. തൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിൽ ഉണ്ടായ അപകടത്തിനാണ് കൽപ്പന ചൗള ദാരുണമായി മരണമടഞ്ഞത്. സുനിത വില്യംസിന് 2 ലോക റെക്കോർഡുകളുണ്ട്. ഇതുവരെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ ഇന്ത്യൻ വംശജ, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന ഇന്ത്യൻ വംശജ എന്നിവയാണ് ആ റെക്കോർഡ്. അപ്പോൾ സുനിത വില്യംസിന് 2 റെക്കോർഡുകൾ. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് നടന്നു, അതുപോലെ അവിടെ ഒരുപാട് സമയം കഴിച്ചു കൂട്ടിയ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. കൽപ്പന ചൗള എന്ന് പറയുന്നത് തൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിൽ ഉണ്ടായിരുന്ന അപകടത്തിൽ മരിച്ചു. അതുപോലെ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. അദ്ദേഹത്തിന് പുറമെയാണ് കൽപ്പന ചൗളയും സുനിത വില്യംസും പോയത്. ബഹിരാകാശ വിശേഷങ്ങൾ. എന്തൊക്കെയാണ് വിശേഷം? അതായത് നമ്മളിപ്പോൾ ഭൂമിയിലെ രാത്രിയും പകലും ഒരേ സമയം ബഹിരാകാശത്ത് നിന്ന് കാണാൻ കഴിയും. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ബഹിരാകാശ നിലയത്തിൽ വസ്തുക്കൾക്ക് ഭാരം അനുഭവപ്പെടില്ല. നമുക്കറിയാം, ബഹിരാകാശത്ത് പോയവരൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒഴുകി നടക്കുകയാണെന്നൊക്കെ അറിയാം. അതായത് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഭൂമി ഭാരമില്ലാത്തതുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഭൂമിയിലെ രാത്രിയും പകലും ഒരേ സമയം ബഹിരാകാശത്ത് നിന്ന് കാണാൻ പറ്റും. അതുപോലെ നടക്കാൻ പറ്റില്ല, അതുപോലെ ഭാരം അനുഭവപ്പെടില്ല. ശ്വസിക്കാൻ വേണ്ട വായു നമ്മൾ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണം. അതുപോലെ വെള്ളം കുടിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതും വിചിത്രമായ രീതിയിലാണ്. ഇവിടെ വെള്ളം ഒഴിച്ച് കുളിക്കാൻ പറ്റില്ല. സ്പോഞ്ച് ഉപയോഗിച്ച് നമ്മൾ നനച്ച് തുടയ്ക്കുകയാണ് പതിവ്. വായു ഇല്ലാത്തതിനാൽ ഇവിടെ ആകാശം കറുത്ത് ഇരുണ്ടതായിട്ട് കാണും. ഇവിടെ നിന്ന് പകൽ പോലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടുത്തെ പ്രത്യേകതകൾ, ബഹിരാകാശത്ത് പോകുമ്പോഴുള്ള സംഭവങ്ങൾ. മനുഷ്യൻ ചന്ദ്രനിൽ എങ്ങനെയാണെന്ന് നോക്കാം. മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളം ചന്ദ്രനാണ്. അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നിവർ 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രനിലിറങ്ങി. ആരൊക്കെ? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 2 എന്ന ബഹിരാകാശ വാഹനമാണ് ഇതിനുപയോഗിച്ചത്. നാസയുടെ അപ്പോളോ 2. മൈക്കിൾ കോളിൻസ് എന്ന സഞ്ചാരി വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതിൻ്റെ വാർഷിക ദിനമായ ജൂലൈ 21 ചാന്ദ്ര ദിനമായി ആചരിക്കുന്നു. ജൂലൈ 21 ചാന്ദ്ര ദിനം. ആദ്യ ചന്ദ്രയാത്രയ്ക്ക് ശേഷം 5 തവണ മനുഷ്യൻ ചന്ദ്രനിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ബഹിരാകാശ രംഗത്ത് ഗവേഷണത്തിൽ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ISRO ആണ് നേതൃത്വം നൽകുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ട് വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. വിവിധ രാജ്യങ്ങളിലെ ബഹിരാകാശ ഏജൻസികൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ ISRO, അമേരിക്കയുടെ USA നാസ, യൂറോപ്പ് ESA, ജപ്പാൻ JAXA ജപ്പാൻ, റഷ്യ RSA, ചൈന CNSA. ഇൻസാറ്റ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് വിസ്മയമായ ഒരു മുന്നേറ്റം നേടാൻ ഇന്ത്യയെ സഹായിച്ചത് PSLV ആണ്. അതുപോലെ GSLV അങ്ങനെയുള്ള റോക്കറ്റുകളാണ്. അപ്പം ഇൻസാറ്റ് എന്തിനാണ്? ഇൻസാറ്റ് ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് അതിനൊക്കെയാണ് ഇൻസാറ്റ്. IRS ഭൂവിഭവങ്ങൾ, കാലാവസ്ഥ പഠനം, മത്സ്യബന്ധനം അതൊക്കെ IRS ആണ്. എജുസാറ്റ് എന്ന് പറയുന്നത് വിക്ടേഴ്സ്, അതായത് എഡ്യൂക്കേഷൻ സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം എജുസാറ്റാണ്. അതുപോലെ ഇൻസാറ്റ് IRS പരമ്പരകൾ വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ ഉപകരണങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിമാനമായ ചന്ദ്രയാൻ ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 വിക്ഷേപിക്കപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യത്തിന് തിളക്കം കൊണ്ടു. ചന്ദ്ര ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാനാണ്. ചന്ദ്രയാൻ 2 ചൊവ്വ ദൗത്യമായ മംഗൾയാൻ, സൗര ദൗത്യമായ ആദിത്യ എന്നിവയും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളിൽ പെടുന്നു. ബഹിരാകാശം എങ്ങനെയാണ്? സവിശേഷതകൾ എന്താണ്? വായുവില്ല, ഭാരം അനുഭവപ്പെടില്ല, ഓസോൺ പാളിയില്ല, ആകാശം കറുത്തിരുണ്ടതായിട്ട് കാണപ്പെടും. ബഹിരാകാശ ഗോളങ്ങൾ ഏതൊക്കെയാണ്? ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഉപഗ്രഹങ്ങൾ. മനുഷ്യൻ്റെ ആദ്യ ബഹിരാകാശ യാത്രാ വാഹനം വോസ്റ്റോക്ക് 1, വർഷം 1961 ഏപ്രിൽ 12, സഞ്ചാരി യൂറി ഗഗാറിൻ, സോവിയറ്റ് യൂണിയനിൽ നിന്ന്.
ബഹിരാകാശ ഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഭൂമി, ശുക്രൻ, ചൊവ്വ, ബുധൻ. നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ആൽഫ സെൻറ്റോറി, പ്രോക്സിമ സെൻറ്റോറി, ഓറിയോൺ, ആൾട്ടയർ. ഉപഗ്രഹങ്ങൾ ചന്ദ്രൻ, ഗാനിമേഡ്, മിറാൻഡ, ഫോബോസ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഗ്രഹങ്ങളുമാണ്. ഇത്രയും കാര്യങ്ങളാണ് 5th സ്റ്റാൻഡേർഡ് SCERTയിൽ ബഹിരാകാശത്തിൽ വരുന്നത്.